കൊറിയോഗ്രാഫി മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഡാൻസ് മാസ്റ്ററാണ് കലാമാസ്റ്റർ. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 100-ലധികം സിനിമകൾക്ക് നൃത്ത സംവിധാനം നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിനയൻ സംവിധാനം ചെയ്ത് 2002 പുറത്തിറങ്ങിയ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന മലയാള സിനിമയിലും കലാമാസ്റ്റർ പ്രവർത്തിച്ചിട്ടുണ്ട്. ജയസൂര്യ ആദ്യമായി നായകനായി എത്തിയ സിനിമയായിരുന്നു ഇത്. യെസ് എഡിറ്റോറിയലിന് നൽകിയ അഭിമുഖത്തിൽ ജയസൂര്യയെക്കുറിച്ച് സംസാരിക്കുകയാണ് കലാമാസ്റ്റർ. എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഡാൻസ് മൂവ്മെൻറ്റ്സ് ആണ് പലപ്പോഴും ഞാൻ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാറുള്ളത്. എന്നിട്ടും ചില ആർട്ടിസ്റ്റുകൾ നമ്മളെ കണ്ടാൽ പേടിക്കും. എന്നെ കണ്ടാൽ മമ്മൂക്ക അയ്യോ കല വരുന്നുണ്ടല്ലോ എല്ലാം പോയി എന്ന് പറയാറുണ്ട്. എന്താണോ സാറിന് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ അപ്പോൾ മമ്മൂക്കയോട് പറയാറുള്ളത്. ഡാൻസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാറി നിന്നാൽ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. ബിജു മേനോനും അങ്ങനെ തന്നെയാണ്. കുഞ്ചാക്കോ ബോബന് വേണ്ടി ഞാൻ ചെയ്ത പാട്ടുകളൊക്കെ വളരെ നന്നായിരുന്നു. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ഒക്കെ ഫേമസ് ആയ പാട്ടാണ്. പക്ഷേ അദ്ദേഹം ഒരു ഡാൻസറാണ്. പിന്നെ ജയസൂര്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അവൻ്റെ ആദ്യ സിനിമയായ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യനിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. ആ സിനിമയുടെ സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവനെ അടിച്ചിട്ട് പോലുമുണ്ട്. സിനിമയുടെ അവസാനം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. എന്നടി കല എന്നായിരുന്നു അവൻ ചോദിക്കാറുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ അവനോട് പലപ്പോഴും നീ അടി വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ അടി വാങ്ങിയിട്ടുമുണ്ട്. കാരണം അവനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ നല്ല പയ്യനാണ് ജയസൂര്യ. ഒരുപാട് വികൃതിയുമാണ്. ആദ്യ സിനിമയായിട്ട് പോലും പിന്നിൽ വന്ന് നിന്ന് ശല്യപ്പെടുത്തും. വന്ന് ഡാൻസ് കളിക്കടായെന്ന് ഞാൻ പറയണം. അവന് ആ സമയത്ത് തമിഴ് മനസ്സിലാകുകയില്ലായിരുന്നു. അപ്പോൾ ഡാൻസ് ചെയ്യാൻ പറഞ്ഞ് 2 അടി കൊടുക്കും. പിന്നെ അവൻ നന്നായി. ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, കലാമാസ്റ്റർ പറഞ്ഞു.